ഹലോ, എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി വന്നതാണ്. Q&A അതൊന്നും അല്ല കേട്ടോ, അതിനൊന്നും ആയിട്ടില്ല. കുറേ കമൻറ്റുകളിൽ കുറേ ഡൗട്ടുകളുണ്ട് എന്നെ പറ്റിയിട്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. നാട് എവിടെയാണ്, വീട് എവിടെയാണ്, എന്താ ജോലി, കല്യാണം കഴിഞ്ഞതാണോ, മക്കളുണ്ടോ, അങ്ങനെയൊക്കെ. ആദ്യം തന്നെ അതിന് ഉത്തരം പറയാം. കല്യാണം കഴിഞ്ഞതാണ്, 3 പെൺകുട്ടികളുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം, റിയാസ് പൂളക്കൽ എന്നുള്ളതിലെ പൂളക്കൽ എന്താണെന്നുള്ളതാണ്. പൂളക്കൽ എന്നുള്ളത് എൻ്റെ വീട്ടുപേരാണ്. റിയാസ് പൂളക്കൽ എന്ന് ചേർത്ത് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയുമായിരുന്നു, റിയാസ് പൂളക്കൽ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ എവിടെയെങ്കിലും എഴുതാണെങ്കിലും അത് അങ്ങനെ തന്നെ എഴുതിയിരുന്നത്. ആ സമയത്തൊന്നും അങ്ങനെ ആരും വിളിച്ചിട്ടൊന്നുമില്ല, റിയാസ് എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഞാൻ ആ ഒരു പേരിട്ടതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ആ ഒരു പേര് പറഞ്ഞാൽ അറിയാം. അൽഹംദുലില്ലാ, അത് എൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് പറയാം, കുറച്ച് ആൾക്കാർക്കിടയിലെങ്കിലും. ഓക്കെ. അടുത്തത് നാട് എവിടെയാണ്? നാട് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം. ഞാൻ ആ ശ്രീകൃഷ്ണപുരത്തിനെ പറ്റി മാത്രമായിട്ട് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് പറയാൻ ഒരുപാടുണ്ട്. പാലക്കാട് ജില്ലയിലെ സ്ഥലങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കുറേ വൈറലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊല്ലംകോട്, അതുപോലെ ഒരുപാടുണ്ട്. ഏകദേശം പാലക്കാട് ജില്ലയിലെ എല്ലാ സ്ഥലത്തിനും ഒരേ ഭംഗിയാണ് കേട്ടോ. ഭയങ്കര രസമാണ്. നല്ല പച്ചപ്പും പാടവും മലയും കുന്നും, അങ്ങനെ തോടും പുഴയും കനാലും, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി ജസ്റ്റ് കുറച്ച് ദൂരം നടന്നാൽ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ഇൻഷാ അല്ലാ നാട്ടിൽ പോയിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അതാണ് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞ പഞ്ചായത്ത്. ഓക്കെ, അതാണ് എൻ്റെ നാട്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ദമാമിലാണ്. ദമാം കത്തീഫിലായിരുന്നു ആദ്യം, ഫിഷ് മാർക്കറ്റിൽ. ഇപ്പോൾ അവിടുന്ന് മാറി അപ്കേക്കിൽ ഒരു 5 വർഷമായിട്ട് അപ്കേക്കിലൊരു ഷോപ്പിലാണ്. എൻ്റെ ജോലി ഫിഷ് മാർക്കറ്റിലാണ്, ഫിഷ് ഷോപ്പിലാണ്. എൻ്റെ ഉപ്പയും ഇവിടെ ആദ്യം ഒരുപാട് ഈ ഒരു ജോലി തന്നെയാണ് ചെയ്തിരുന്നത്. വന്ന് ഞാനും അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ എൻ്റെ ജോലി മീൻ കച്ചവടം. ഓക്കെ. എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് പലരും പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. കുക്കാണോ, ബാർബറാണോ, ഡോക്ടറാണോ, അങ്ങനെ പലതും. ഇവിടെ എന്തായാലും പലതേക്കാർ അങ്ങനെ ഒരു അനുഗ്രഹം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ യൂണിഫോമാണ്. അതുകൊണ്ട് ആരും പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയില്ല ആരെയും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഞങ്ങളുടെ യൂണിഫോമിന്. അടുത്തത് എൻ്റെ ഫാമിലി. ഉമ്മ, ഉപ്പ, ഭാര്യ, പിന്നെ 3 പെൺകുട്ടികൾ, പിന്നെ 2 പെങ്ങന്മാർ, അവരുടെ മക്കൾ, പിന്നെ മുത്തപ്പ, മുത്തമ്മ, അമ്മായികൾ, അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട്. വലിയ ഫാമിലിയാണ്. ഓരോരുത്തരെയും കുറിച്ച് ഞാൻ ഇൻഷാ അല്ലാ നാട്ടിൽ പോയിട്ട് ഇതിൽ ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമുള്ളവരെ കൊണ്ട് കൊണ്ടുവന്നിട്ടും അല്ലാത്തവരെ ഞാൻ എന്തായാലും വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ തൽക്കാലം ഉപ്പയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, മറ്റേ ഒരു പാട്ട് കേട്ടിട്ടില്ലേ, എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണൽ. സത്യമാണ്. ഞങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ ഏകദേശം 10-25 വർഷത്തോളം ഇവിടെ തന്നെ, പിന്നെ നാട്ടിലും വളരെ ചെറുപ്പത്തിൽ തന്നെ അധ്വാനിച്ച് തുടങ്ങിയതാണ്. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. എന്തായാലും ഭയങ്കര സപ്പോർട്ടാണ് ഉപ്പ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ഞാനിവിടെ നിൽക്കുന്ന, എന്താ പറയുക, വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുന്ന ഒരു സമയത്തൊക്കെ ഉപ്പാനെ വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും, ഒരു ധൈര്യം കിട്ടും. ഉപ്പാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപ്പ പറയും, സാറിലാടാ പോട്ടെ നമുക്ക് നോക്കാം എന്ന് പറയും. ഉപ്പാനെ കൂടി ചിലപ്പോൾ പറ്റുന്ന കാര്യമൊന്നും ആവില്ല, പക്ഷേ ഉപ്പ അത് പറയും. അത് പറഞ്ഞാൽ ഒരു ധൈര്യം എവിടെ നിന്നോ കിട്ടും. ഓക്കെ ശരിയാവും. അങ്ങനെ ഒരു സപ്പോർട്ടുണ്ട്. ഒരു വല്ലാത്തൊരു സപ്പോർട്ടാണ് അത്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും വൈഫിനോട് അത് പറയും. ഞാൻ എന്ത് വിഷമമുണ്ടെങ്കിലും എനിക്ക് ഉമ്മാനോടും എന്നോടും പറയുന്നേക്കാളൊക്കെ ഒരു ധൈര്യം കിട്ടും എനിക്ക് എൻ്റെ ഉപ്പാനോട് സംസാരിച്ചാന്നുള്ളത് കാര്യമാണ്. ഞാനത് ആ കാര്യങ്ങളൊന്നും വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് ശരിയാവിടാം, നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും, നോക്കാം നമുക്ക് എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. അതാണ് എൻ്റെ ഉപ്പ. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം നാട്ടിലാണ്. മക്കളെയൊക്കെ നോക്കി അൽഹംദുലില്ലാ സുഖം, കുഴപ്പമൊന്നുമില്ല, നാട്ടിലുണ്ട്. പിന്നെ ഉമ്മ. നമ്മളെ എത്രയൊക്കെ സംസാരിക്കാൻ വയ്ക്കുന്ന ഒരാൾക്കും എത്രയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും ചില ഭാഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പറയാൻ വാക്കുകളുണ്ടാവില്ല. എന്തപ്പോൾ പറയാം, നമ്മൾ വാക്കുകൾക്കും അപ്പുറം നമുക്ക് പറയാൻ വയ്ക്കുന്നതിലപ്പുറം എന്നൊക്കെ പറയില്ലേ, അതാണ് എനിക്കെൻ്റെ ഉമ്മ. എന്താ പറയുക, 5 നേരം അതിലേറെ നിസ്കാരപ്പായിലിരുന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ഫുഡുകളായാലും എനിക്ക് ആവശ്യമുള്ളത് എന്തായാലും
അത് ഞാൻ പറയണ്ട. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഇരുന്നിട്ട് വീട്ടിൽ നാട്ടിൽ ചെന്നാൽ പുറത്തിറങ്ങുന്ന പരിപാടി ഒന്നുമില്ല, ടിവിയുടെ മുന്നിൽ അങ്ങനെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് ഇങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുമ്പോഴേക്കും ഉമ്മ അതെന്തോ പാത്രത്തിലാക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവും. ഇതെങ്ങനെ ഉമ്മ അത് അറിഞ്ഞൊന്നും അറിയില്ല. എല്ലാ കാര്യങ്ങളും അത് അങ്ങനെയാണ്, ഉമ്മാനായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ നാട്ടിലുള്ള സമയത്താണെങ്കിലും രാവിലെ എണീറ്റ് റൂമിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വരിക. സംസാരിക്കൊന്നുമില്ല, പക്ഷെ ഉമ്മാനൊന്ന് ജസ്റ്റ് കാണും. അപ്പോൾ രാത്രി കിടക്കാൻ പോകുന്ന നേരത്തിൽ ഞാൻ എത്ര ലേറ്റ് ആയിട്ടാണ് ഞാൻ റൂമിലേക്ക് പോകുന്നതെങ്കിലും ഉമ്മ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡോറിൻ്റെ അവിടെ, ഉമ്മയുടെ റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ വന്ന് തുറന്ന് ഉമ്മ ഞാൻ കിടക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോകാറുള്ളൂ. അതൊരു ശീലാണ് നാട്ടിലുള്ള സമയത്ത്. ഇവിടെയുള്ള സമയത്താണെങ്കിലും ദിവസത്തിലൊരു 3-4 പ്രാവശ്യമൊക്കെ ഞാൻ ഉമ്മാനോട് സംസാരിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, ഞങ്ങൾ രണ്ടാളും ഒരു 5 മിനിറ്റ് അടുത്തിരുന്ന് സംസാരിച്ചാൽ അടികൂടും കേട്ടോ. രണ്ടാൾക്കും പരസ്പരം എന്താ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങൾ വലുതാണ്, പക്ഷേ ഉള്ളിലുള്ള സ്നേഹം അതിലേറെ വലുതാണ്. അതാണ് ഉമ്മ. പിന്നെ ഭാര്യ മാമാട്ടി. ഈ മാമാട്ടി എന്നുള്ള പേര് ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞപ്പോഴേ അത് മോളാണോ ആരാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ താഴെ പറ്റുന്നവർക്ക് കമൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഭാര്യയാണെന്നുള്ളത്. അവളെ ചെറുപ്പം മുതൽ അവളെ വീട്ടിൽ വിളിച്ചിരുന്നത് അങ്ങനെയാണ്, മാമാട്ടി എന്നാണ്. പേര് ഷഹനാസ് എന്നാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ എന്ത് ബുദ്ധിമുട്ട് എന്ത് പ്രശ്നം വരുന്ന സമയത്തും ഭയങ്കരമായിട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തി. നാട്ടിൽ കുറേ റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തിയായിരുന്നു, സ്ഥലക്കച്ചവടങ്ങളൊക്കെ നടത്തിയ സമയത്ത് എല്ലാം കയ്യിൽ നിന്ന് പോയൊരു ടൈം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് ഇങ്ങോട്ട് വരാതിരിക്കാൻ ഒരുപാട് ട്രൈ ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത്. പക്ഷെ എല്ലാം കയ്യിൽ നിന്ന് പോയൊരു സമയത്ത് എന്താ പറയുക, കയ്യിലുണ്ടായിരുന്നതൊക്കെ ഊരി തന്ന് കൂടെ നിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതും ഈ ഉമ്മയുടെ കാര്യം പറഞ്ഞ പോലെ പറയുന്നുള്ള വാക്കുകൾക്കപ്പുറമാണ്. പിന്നെ മക്കള് 3 പെൺകുട്ടികളാണ്. ഇതിലെ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അബിയ, ഐന, അസ്ലിൻ, മറിയ. ഈ അസ്ലിൻ മറിയ എന്ന് പറയുമ്പോൾ എൻ്റെ ചെറിയ മോളാണ്. ആ പേര് എനിക്ക് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അസ്ലിൻ മറിയ. മറിയ എന്നുള്ളത് എൻ്റെ വല്യമ്മയാണ്. വല്യമ്മാനെ കുറിച്ച് പറയുമ്പോൾ വല്യമ്മയുടെ ഫോട്ടോ കാണുമ്പോഴും അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള വല്യമ്മമാരുടെ വീഡിയോസോ ഫോട്ടോസോ ആരെങ്കിലും നേരിട്ട് കാണുമ്പോഴും വല്ലാത്തൊരു ഇടർച്ചയാണ്, ഒരു സങ്കടമാണ്. ഞങ്ങളുടെ കൂടെ ഇപ്പം ഇല്ല, പോയിട്ടിപ്പോൾ 3 വർഷം കഴിഞ്ഞു. എന്നെ വലിയ കാര്യമായിരുന്നു തന്നെ. വല്യമ്മാൻ്റെ പേരക്കുട്ടികളിലെ മൂത്ത പേരക്കുട്ടി ഞാനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ വിളിച്ചിരുന്നത് ഇയാന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ. വല്യമ്മാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴേ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വല്യമ്മ എല്ലാവർക്കും ഇപ്പോൾ എന്തെങ്കിലും ബീഫോ മീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ വിളമ്പി വെച്ചിട്ട് എല്ലാവരും കഴിക്കുമ്പോൾ വല്യമ്മാൻ്റെ തിന്ന് കുറച്ച് എടുത്തിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചിടും, ഉമ്മാൻ്റെ വീട്ടിൽ തിന്നോന്ന് പറഞ്ഞിട്ട്. മോള് ഉണ്ടായിട്ട് വല്യമ്മ സോലാണ്ട് അടക്കമായിരുന്നു. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വല്യമ്മ മരിക്കുന്നത്. അപ്പോൾ വല്യമ്മാൻ്റെ പേര് മറിയാന്നാണ്. അപ്പോൾ ആ പേര് എൻ്റെ കൂടെ ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ മോളുടെ കൂടെ പേരിൻ്റെ കൂടെ മറിയാന്ന് ചേർത്താണ്. അതാണ് അസ്ലിൻ മറിയ. അപ്പോൾ വല്യമ്മാനെ പറ്റിയിട്ട് കൂടി പറഞ്ഞാലാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ. പിന്നെ മക്കള് ഞാൻ പറഞ്ഞല്ലോ, അബിയ, ഐന, അസ്ലിൻ, മറിയ. അബിയ അവളെ അനുന്ന വിളിക്കുക. എൻ്റെ ഹൈറ്റായി, ഞാൻ നല്ല ഹൈറ്റ് ഉണ്ടാവേണ്ട തോന്നുന്നുണ്ട്. മോള് നല്ല ഹൈറ്റായിട്ടുണ്ട്. അവളിപ്പോൾ 8 കഴിഞ്ഞു, 9ലേക്ക് എത്തിയിട്ടുണ്ട്. ക്ലാസ് തുടങ്ങി അവരുടെ. രണ്ടാമത്തെ മോള് 2ാം ക്ലാസ്സിലാണ്. ചെറിയ മോള് ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു, 3ാമത്തെ വയസ്സ് ആയി. 3ഉം നല്ല വില്ലത്തികളാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ മൊത്തം 3ഉം 1ഉം 4 പെണ്ണുങ്ങളുടെ ഇടയിൽ ഞാനൊരാൾ. അങ്ങനെയാണ് വീട്ടിലെ അവസ്ഥ. പിന്നെ പറയാനുള്ളത് പെങ്ങന്മാർ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പെട്ട സമയത്തൊക്കെ കുടുങ്ങിയ സമയത്തൊക്കെ ഞങ്ങളുണ്ടടാ എന്ന് പറഞ്ഞില്ലെങ്കിലും അത് ഫീൽ ചെയ്യിക്കുന്ന കുറേ കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലാതിരുന്ന സമയത്ത്, വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ കയ്യിലുള്ളതിൻ്റെ ഒരു എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന 2 പെങ്ങന്മാർ, തിരിച്ചൊരു കണക്കും പറയാത്ത 2 പെങ്ങന്മാർ. അതാണ് എൻ്റെ പെങ്ങന്മാർ. ഹസീന, ഷാജിദ ഒരു പേര്. ഷാജി കുഞ്ഞാളെന്ന് വിളിക്കുക. പിന്നെ അവർക്ക് 2 പേർക്കും 2 ആൺകുട്ടികളും 1 പെൺകുട്ടികളും. ഇതാണ് അതിൽ മൂത്ത ആളുടെ മോന്, എൻ്റെ മൂത്ത മരുമകൻ. അവനിപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരും, എൻ്റെ അടുത്ത് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ചെറിയ വലിയ കുടുംബം. പറയാനിനിയുണ്ട്. മുത്താപ്പ, മുത്തമ്മ, അവരുടെ മക്കള്, പേരക്കുട്ടികൾ, പിന്നെ അമ്മായികൾ, അവരുടെ മക്കള്,
അങ്ങനെ വലിയ കുടുംബമാണ്, അവരൊക്കെ പറ്റി പറയാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് നിങ്ങൾ ബോറടിപ്പിക്കണ്ട. ഇൻഷാ അല്ലാ ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോരുത്തരെ പറ്റിയിട്ട് ഞാൻ പറയാം. ഓക്കെ, പിന്നെ ഏകദേശം ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ഈ മുടി വിഗാണോ എന്ന്? ഇത് വിഗല്ല കേട്ടോ, ഒറിജിനലാണ് സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ ലെങ്ത്തിൽ വളർത്തുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെ വളർത്തിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത് ഇത്ര ലെങ്ത്തിൽ വളർത്തുന്നത്. ഒരു പൂതി. ഉമ്മത് കാണുമ്പോഴൊക്കെ പറയുന്നുണ്ട് മര്യാദക്ക് വെട്ടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നാട്ടിൽ പോകുന്നവരെ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ പിടിച്ച് വെട്ടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇതിനെ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ 4, 5 പഠിക്കുന്ന സമയത്ത് ഉപ്പ പ്രവാസിയായതാണ്. ആ സമയം തൊട്ടിട്ട് ഇപ്പോൾ വെക്കേഷന് വരുമ്പോഴൊക്കെ കൊണ്ടുവരുന്ന ഒരു ഹെയർ ഓയിലാണ് ഇത്, ഈ വാസ്ലിൻ്റെ ഹെയർ ഓയിൽ. ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് അറിയണ്ടാവും, ഈ വാസ്ലിൻ എന്ന് പറഞ്ഞ ഈ ഹെയർ ഓയിൽ. ഇത് ഞാൻ അങ്ങനെ ഒരുപാടൊന്നും തേക്കാറില്ല കേട്ടോ. ആ ചെറുപ്പം മുതലേ തേച്ചിട്ടുണ്ട്, അതിൻ്റെതായിരിക്കാം, എനിക്കറിയില്ല. കുളി കഴിഞ്ഞ് വന്നാൽ നനവുള്ള കയ്യായിരിക്കുമല്ലോ, ആ കയ്യിൽ രണ്ട് തുള്ളി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കും. ഇതാണ് എൻ്റെ മുടിയുടെ രഹസ്യം എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. ആഴ്ചയിൽ 1, 2 പ്രാവശ്യം താരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾ ക്ലിയറിൻ്റെ അതുണ്ടല്ലോ, ആ ഷാമ്പു ഞാൻ തേക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഞാൻ മുടിക്കാൻ വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ റിയാസ്. വേറെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കമൻറ്റ് കൂടെ ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. ഉമ്മ കൊടുത്ത് വിട്ട ഇടിച്ചക്ക എന്തായി എന്നുള്ളത്. അത് കളഞ്ഞു കേട്ടോ. ബാക്കിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. കൂർക്കയായാലും ഉപ്പേരിക്കൊന്നും കുക്ക് ചെയ്ത് കൊടുത്താൽ ഉപ്പേരിക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നിരുന്നു. ഒരു രുചി വ്യത്യാസം അതിന് വന്നിരുന്നില്ല. പക്ഷേ ഇടിച്ചക്ക ഒരു സ്മെല്ലും ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊന്ന് കുക്കറിലിട്ട് കുക്ക് ചെയ്ത് നോക്കി, പക്ഷേ റെഡി ആയില്ല. അപ്പോൾ അതുകൊണ്ട് കളഞ്ഞു. അതൊരു സങ്കടമായി. കറക്റ്റ് അതിനെ കുറിച്ചോ ആരെന്തോ ചോദിക്കുകയും ചെയ്തു ഇടിച്ചക്ക എന്തായി എന്നുള്ളത്. അപ്പോൾ അതാണ് ഉണ്ടായത്, അത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ. അപ്പോൾ ഓക്കെ, ബായ്. ഈ ബായ് ഒരുപാട് പേർക്ക് ഇഷ്ടമാവണമെന്ന് തോന്നുന്നുണ്ട്. ബോറാവണമെന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടെ